ജന്മാദ്യസേതുന്യാദിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേയം മുഖ്യന്തിയത് സൂര്യ തേജോവാരി മൃതാം യഥാ വിനിമയോ യത്ര തിസർഗോംഷ ധാംനാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 5-ാം അധ്യായം 35-ാമത്തെ ശ്ലോകം വരെയാണ് പറഞ്ഞു വെച്ചത്. മൈത്രേയ മഹർഷിയോട് വിതുരൻ ഭഗവാന്റെ സൃഷ്ടിയാദി ലീലകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഭഗവാനെക്കുറിച്ച് പറയാനുള്ളത് അതന്നെ ഉള്ളൂ, സൃഷ്ടിയാദി ലീലകളേ ഉള്ളൂ എന്നൊക്കെ ഇന്നലെ പറയണ്ടായി. അതെന്നെ അങ്ങോട്ട് വിവരിക്കുകയാണ് ഭാഗവതം മുഴുവൻ. അപ്പോൾ കുറേ കഥകൾ വരും, കുറേ ഉപാഖ്യാനം, അങ്ങനെയുള്ളൂ. ഈ സൃഷ്ടി തിരി സംഹാരമാണ് ഭഗവാന്റെ പ്രവൃത്തി, ഇത്രയേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ വിശദീകരിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തിനാണ് കുറേ പറയണത്? ഈ ലേശ സൃഷ്ടി സംഹാരം എന്ന് പറഞ്ഞാൽ കുറച്ച് ആണ് പറഞ്ഞാൽ നിർത്തിക്കൂടെ എന്നാണെങ്കിൽ മനസ്സിൽ ഉറക്കില്ല. അതിനു വേണ്ടിയിട്ട് 18 അധ്യായം 18,000 ശ്ലോകം 12 സ്കന്ധം 335 അധ്യായം പല ക്രമത്തിൽ പറഞ്ഞിരിക്കണമെന്ന്. ഇതേ ഉള്ളൂ, സൃഷ്ടി തിരി സംഹാരമല്ലാതെ ഭഗവാനെക്കുറിച്ച് ഒന്നും വേറെ പറയാനില്ല. ഈ സൃഷ്ടി സ്ഥിതി സംഹാരം ഇതിൽ വരും. നല്ല ആൾക്കാരെ രക്ഷിക്കലും ചീത്ത ആൾക്കാരെ വധിക്കലും ശിക്ഷിക്കലും ഒക്കെ ഈ സൃഷ്ടി സ്ഥിതി സംഹാരത്തിൽ വരും. സ്ഥിതിയിൽ വരുന്നതാണ് ദുഷ്ടസംഹാരവും സജ്ജന സംരക്ഷണവും. സ്ഥിതിയിൽ വരണതാണ്, സ്ഥിതിയാണത്. നിലനിർത്തുക, രക്ഷിക്കുക, ലോകത്തെ രക്ഷിക്കുക, ലോകരക്ഷയാണ് സ്ഥിതി. അപ്പോൾ ഈ 3 എണ്ണത്തിൽ കഴിയുന്നുണ്ട് എല്ലാ കഥകളും. അതിനെയാണ് വർണ്ണിക്കുന്നത് എന്ന് പറഞ്ഞു. അനിലേനാന്വിതൻ ജ്യോതിർ വികുർവത് പരവീക്ഷിതം ആദത്താംബോര സമയം കാലമായാംശയോഗത. രസമയമായ ജലം ആ ജ്യോതിസിൽ നിന്ന് ജനിച്ചു. ശരിക്കിട്ട് അങ്ങോട്ട് പറയുകയാണ് വെച്ചാൽ ഭൂമി, വെള്ളം, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളും ശബ്ദം, സ്പർശൻ, രൂപം, രസം, ഗന്ധം എന്നീ തന്മാത്രകൾ എന്നാണ് അതിന് ആത്മീയത്തിൽ പറയുന്നത്. തന്മാത്രകൾ, പഞ്ചതന്മാത്രകളും ഈ വിഷയങ്ങൾ അറിയാനുള്ള അവയവങ്ങളും സൃഷ്ടിച്ചു എന്ന് ചുരുക്കം. ശബ്ദം എന്തുകൊണ്ട് കേൾക്കും? ചെവി കൊണ്ട് കേൾക്കും. കാഴ്ച എന്തുകൊണ്ട് കാണും? കണ്ണുകൊണ്ട് കാണും രൂപം. സ്പർശം എന്തുകൊണ്ട് അറിയും? ത്വക്ക് അറിയും, ജ്ഞാനേന്ദ്രിയം. ഗന്ധം എന്തുകൊണ്ട് അറിയും? മൂക്കൊണ്ട് അറിയും, ഘ്രാണേന്ദ്രിയം. ഇത്രയേ ഉള്ളൂ. അതാണിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഭൂമി, അതുപോലെ തന്നെ ജലം, ജ്യോതിസിന് വികാരം സംഭവിച്ചപ്പോൾ ജലം ആ ജ്യോതിസിൽ നിന്ന് ജനിച്ചു. അഗ്നിയിൽ നിന്ന് ജലം ഉണ്ടായി. ജ്യോതിഷാംഭോ അനുസംസൃഷ്ട വികുർവത് ബ്രഹ്മവീക്ഷിതം മഹിംഗന്ധ ഗുണാമാതാൻ കാലമായാംശയോഗത. ജ്യോതിസിനോട് അനുസംസൃഷ്ടം ചേർന്നതും ബ്രഹ്മവീക്ഷിതം ഈശ്വരനാൽ കാണപ്പെട്ടതും വികുർവത് വികൃതിയെ പ്രാപിച്ചതുമായ മാറ്റം എന്നർത്ഥം. വികൃതി എന്ന് പറഞ്ഞാൽ ഇവിടെ മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. വികൃതി കാട്ടുക എന്നുള്ളതല്ല കേട്ടോ, കുട്ടികൾ വികൃതി കാണിക്കണമല്ല. വികൃതി സംസ്കൃതത്തിൽ വികാരം പ്രാപിച്ചത് എന്നർത്ഥം. അംഭ ജലം കാലമായാംശയോഗത, കാലമായാംശങ്ങളുടെ ചേർച്ച നിമിത്തം ഗന്ധഗുണാം, ഗന്ധമാകുന്ന ഗുണത്തോടു കൂടി ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമിയുടെ കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഭൂതാനാം നപഹാദീനാം വ്യത്യദ്ഭവ്യാവരാവരം തേഷാം പരാനുസംസർഗാത് യഥാസംഖ്യം ഗുണാൻവിദു. ഹേ ഭവ്യ എന്ന സംബോധനയാണ്. ഭവ്യ യദ്യത് ഭവ്യാവരാവരം, ഇവിടെ ഭവ്യ സംബോധനയാണ്. നഭ ആദീനാം, ആകാശം മുതലായ ഭൂതങ്ങളുടെ മധ്യത്തിൽ അവരാവരം പിന്നെയും പിന്നെയും ഉണ്ടായത് ഏതെന്നോ, അതിനാണ് ഇവിടെ
അവരാവരം ഉദ്ദേശിക്കണം. ഒന്നിന് ശേഷം മറ്റൊന്ന് എന്ന ക്രമത്തിൽ ഉണ്ടായത്. യത് യത് തേഷാം, ഏതൊക്കെയാണോ അവയ്ക്ക്, പരാനുസംസർഗ, പരങ്ങളുടെ ക്രമേണ സംസർഗ നിമിത്തം, യഥാസംഖ്യം അതാത് സംഖ്യയ്ക്കൊത്ത വർണ്ണം ഗുണാൻ, ഗുണങ്ങളെ അറിയുന്നു. പിന്നീട് ഉണ്ടായതിനനുസരിച്ചിട്ടുള്ള ഗുണങ്ങൾ ഈ പഞ്ചഭൂതങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഭൂതാനാം നഭ ആദീനാം, ആകാശം മുതലായ എക്സെട്ര. ആകാശം ഒന്നാണ്, ശേഷമുള്ളത് എന്താണ്? ഭൂമി, വെള്ളം, വായു, അഗ്നി. 4 നഭ ആദീനാം എന്ന് പറയാം. യദ്യത് ഭവ്യാപരാപരം തേഷാം പരാനുസംസർഗാത് യഥാസംഖ്യം ഗുണാൻ വിഭു. അല്ലയോ ഭവ്യ വിതുര, കേൾക്കുക. ഏതൊന്നിൽ നിന്ന് ഏതൊന്ന് ഉണ്ടായോ ആ ക്രമത്തിനനുസരിച്ച് ഗുണങ്ങളും ഉണ്ടെന്ന് ധരിക്കുക. ഇനി ഒന്നങ്ങനെ വിസ്തരിക്കുകയാണ്. നഭ ആദീനാം എന്ന് പറഞ്ഞതിനെ, നഭം എന്ന് പറഞ്ഞാൽ ആകാശം. ആദ്യം ഉണ്ടായത് ഏതാ ചോദിച്ചാൽ ആകാശം. ഇവിടെ ഗുണങ്ങളുണ്ടായി, ഗുണാൻ വിധു എന്നാണല്ലോ പറഞ്ഞത്. ആകാശത്തിൻ്റെ ഗുണം എന്താ? ആകാശത്തിൻ്റെ ഗുണം ശബ്ദമാണ്. ആകാശത്തിൻ്റെ ഗുണം ശബ്ദമാണ്. ശബ്ദം ആകാശത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ഇവിടെ ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആത്മീയ വാക്കിൻ്റെ അർത്ഥം പറയുമ്പോൾ, ഇംഗ്ലീഷ് ടെർമിനോളജി എന്ന് പറയുമ്പോൾ, ഈ മുകളിൽ കാണുന്ന വെള്ളയോ നീലയോ അല്ല കേട്ടോ ആകാശം. പിന്നെന്താ ആകാശം? ആ വാക്കിൻ്റെ ടേം നമ്മൾ ശരിക്കും മനസ്സിലാക്കുക അത്യാവശ്യമാണ്. ഒന്നുമില്ല, ഒഴിഞ്ഞ സ്ഥലം ഏതോ അത് ആകാശം, അത്രയേ ഉള്ളൂ. വലിയൊരു സംഭവമൊന്നുമല്ല. ഇവിടെ നമ്മൾ ഒന്നുമില്ല, ചൈനയെ നമ്മൾ ആകാശം എന്നാണ് പറയുക. ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലെങ്കിൽ അവിടെ ആകാശമാണ് ഉള്ളത്. ഒന്നുമില്ലാത്തൊരവസ്ഥയില്ല. നമ്മൾ ഇട്ട അവസ്ഥ ഒന്നും ഇല്ലാതെ ഉള്ളൂ അർത്ഥമുള്ളൂ. പക്ഷെ ഒരു സംഗതി അപ്പോഴും ഉണ്ട്, ആകാശം. ചുരുക്കത്തിൽ ശൂന്യത എന്നൊന്നില്ല, മനസ്സിലാക്കിയാൽ മതി. ശൂന്യത എന്നൊന്നില്ല. ഒന്നുമില്ലെങ്കിലോ ശൂന്യതയല്ലേ? അല്ല, ഒന്നുമില്ലെങ്കിൽ അവിടെ നമുക്ക് ആകാശമെങ്കിലും ഉണ്ട്. therefore there is no such a thing called ശൂന്യത. അങ്ങനെ ഒന്നില്ല. ഒരത്ഭുതമായിരിക്കും അല്ലേ ശൂന്യത എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ. ഒരു മുറിയിൽ ഒന്നും ഇല്ലാണ്ട് ഒഴിഞ്ഞാൽ അവിടെ ശൂന്യതയല്ലേ? അല്ല. ടേബിൾ മാറ്റി, ഇലക്ട്രോണിക്സ് മാറ്റി, അലമാറ മാറ്റി, കട്ടിൽ മാറ്റി, കോസറി മാറ്റി, ബൾബും കൂടി മാറ്റി, വയറിങ് മാത്രം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത് പിന്നെ ക്ലോക്ക് സർവം മാറ്റിയാലും അവിടെ എന്തുണ്ട്? ആകാശം ഉണ്ട്. എന്താ കാരണം? ഒഴിഞ്ഞ സ്ഥലത്തിനാണ് ആകാശം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആകാശത്തിൻ്റെ ഗുണം എന്ത് എന്ന് ചോദിച്ചാൽ ശബ്ദമാണ് അതിൻ്റെ ഗുണം. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരേ ഒരു വസ്തു ശബ്ദമാണ്. ആകാശവാണി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആകാശത്ത് കൂടിയിട്ടാണ് ശബ്ദം സഞ്ചരിച്ച് ഇങ്ങോട്ട് എത്തുന്നത്. നമ്മൾ വിചാരിക്കുക അവിടുന്ന് പ്രക്ഷേപണം ചെയ്ത് ഇവിടെ എത്തണം എന്തുകൊണ്ടാണ്? ആകാശം എന്ന ഭൂതം ഉള്ളത് കൊണ്ടാണ്. അത് വളരെ യുക്തിപൂർവ്വം നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരു സ്ഥലത്ത് ഉള്ള വസ്തു മറ്റൊരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ അതിനൊരു മീഡിയം വേണ്ടേ? പൈപ്പ്, ടാങ്കിൽ നിന്ന് വെള്ളം എങ്ങനെ ഇവിടേക്ക് എത്തണം? ത്രൂ പൈപ്പാണ്. ആ പൈപ്പില്ലെങ്കിൽ വെള്ളം അതീന്തി പോകുന്നല്ലാണ്ട് ഇങ്ങോട്ട് വരുമോ? ഇവിടെയുള്ള കറണ്ട് മറ്റൊരു സ്ഥലത്ത് എത്തുന്നത് വയർ മുഖാന്തരമാണ്, കമ്പി മുഖാന്തരം. KCB വലിച്ചു കെട്ടിയിട്ടുണ്ട് കേരളം മുഴുവൻ. അതുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് വൈദ്യുതി എല്ലാ ദിക്കിലും എത്തുന്നത്. കമ്പിയില്ലെങ്കിലോ എത്തില്ല, ഒരിക്കലും എത്തില്ല. ഒരു വസ്തു മറ്റൊരു സ്ഥലത്തേക്ക് മീഡിയം മുഖാന്തരമാണ് എത്തുന്നത്. ചൂടാക്കിയിട്ടാണ് ചൂടുണ്ടാവുന്നത്. അപ്പോൾ therefore കണക്ക് പറയണവരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. സൂര്യനിൽ നിന്നുള്ള ചൂട് ഇവിടെ എത്തുന്നത് വേണ്ടേ? മീഡിയം, അതാണ് ആകാശം. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരേക്കും ഉള്ള ശൂന്യത എന്ന്
നമ്മൾ പറയുന്ന വസ്തു വാസ്തവത്തിൽ ശൂന്യതയല്ല. വാസ്തവത്തിൽ ശൂന്യതയല്ല. അവിടെ ആകാശം എന്ന ഭൂതം ഉണ്ട്. അതുകൊണ്ടാണ് ആകാശത്തെ ഒരു ഭൂതമാക്കി മാറ്റിയത്. ചിലർ വാദിക്കും ആകാശം ഒരു ഭൂതമല്ല. വായു ഉണ്ട്, അഗ്നിയുണ്ട്, ജലമുണ്ട്, ഭൂമിയുണ്ട്, അത്രയേ ഉള്ളൂ. ചതുർഭൂതങ്ങളേ ഉള്ളൂ, പഞ്ചഭൂതങ്ങളില്ല. ആകാശം ഒരു ഭൂതമല്ല. തെറ്റ്. ആ വാദം അറിവുള്ളവർ കുറേ പേര് അംഗീകരിച്ചിട്ടില്ല. വളരെ ചുരുക്കം പേര് വെറുതെ വാദത്തിന് വേണ്ടി അബദ്ധം ബാധിച്ചതാണ്. അവരെന്നെ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഭൂതമുണ്ട്, ആകാശമുണ്ട്, ഇടിമിന്നലുണ്ടാവുന്നത് ആകാശത്താണ്, ശബ്ദം സഞ്ചരിക്കുന്നത് ഏതിൽ കൂടെയാണ്? ശൂന്യതയിൽ കൂടെ അല്ല. ഒരു റൂം കംപ്ലീറ്റ് എയർ കിടക്കാതെ വെച്ചു അതിലത്തെ എയർ മുഴുവൻ നമ്മൾ പിൻവലിച്ചാൽ ശബ്ദം അതിൻ്റെ ഉള്ളിലേക്ക് എത്തില്ല. ആകാശവാണി സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് സംപ്രേഷണം റെക്കോർഡിങ് നടക്കണം? പുറത്തേക്കുള്ള ശബ്ദം അവിടേക്ക് എത്തണില്ല, ആക്കപ്പെടില്ലേ ശബ്ദത്തിൽ? വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? പുറമേയുള്ള യാതൊരു ശബ്ദവും അവിടേക്ക് എത്തിക്കുന്നില്ല. മീഡിയം വായു ഉപസംഹരിക്കപ്പെടുന്നതോട് കൂടിയിട്ട് ആകാശം പോകുന്നു. അപ്പോൾ ശബ്ദം അവിടേക്ക് എത്തുന്നില്ല. അപ്പം അവിടെ ആകാശം എന്ന് പറഞ്ഞ ഭൂതം ഇല്ല എന്നല്ല, അവിടെ ഈ ആകാശം ഉണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ ഉള്ളിലത്തെ ആകാശവും ഡെയർഫോർ അതാണ്, അതിൻ്റെ ഉള്ളിലത്തെ ആകാശവും പുറത്തെ ആകാശവും തമ്മിലുള്ള ബന്ധം വിടുത്തിയിരിക്കുകയാണ്. ആകാശത്തെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു സ്റ്റുഡിയോൻ്റെ ഉള്ളിലുള്ള ആകാശം, അപ്പോഴും ആകാശം അവിടെ ഉണ്ടെന്നർത്ഥം. ഒന്ന് പുറത്തേക്കുള്ള ആകാശം, നടുവിൽ ചുമരും എ സിയും ഒക്കെ വെച്ച് സെപ്പറേറ്റ് ചെയ്തു. ആ ആകാശവും ഈ ആകാശവും തമ്മിൽ ബന്ധമില്ലാണ്ടാക്കി. അപ്പോൾ ശബ്ദം സഞ്ചരിക്കില്ല. അപ്പോൾ ആകാശം ഒന്നാമതായിട്ടുണ്ടായി. അതിൻ്റെ ഗുണമാണ് ശബ്ദം എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് വായുവാണ് പിന്നെ ഉണ്ടായത്. അപ്പോൾ ഒരു സൂക്ഷ്മഭൂതത്തിൽ നിന്ന് മറ്റൊരു സ്ഥൂലഭൂതം ഉണ്ടായി. അതിൻ്റെ ശബ്ദം ഉണ്ടായപ്പോൾ വായു. വായുവിൽ നിന്ന് രണ്ട് ഗുണമുണ്ട് വായുവിന്. ആകാശത്തിന് ഒരൊറ്റ ഗുണം ശബ്ദം. വായുവിന് രണ്ട് ഗുണം, ശബ്ദവും സ്പർശവും. ശബ്ദവും സ്പർശവും ഉണ്ടാവും. ആ സ്പർശത്തിൽ നിന്ന് അടുത്ത സൂക്ഷ്മഭൂതം രൂപം ഉണ്ടായി. രൂപത്തിൽ നിന്ന് അഗ്നി ഉണ്ടായി. അതുകൊണ്ട് അഗ്നിക്ക് ശബ്ദവും സ്പർശവും രൂപവും ഗുണം എന്ന് പറയാം. അവിടുന്ന് അങ്ങോട്ടാണ് രസം ഉണ്ടായത്. ആ രസത്തിൽ നിന്നാണ് ജലം ഉണ്ടായത്. അതുകൊണ്ട് ജലത്തിന് ശബ്ദവും സ്പർശവും രൂപവും രസവും ഗുണം. അവസാനമാണ് ഉണ്ടായത് രസത്തിൽ നിന്ന് ഗന്ധം, ഗന്ധത്തിൽ നിന്ന് ഭൂമി. ഭൂമിക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാവുക? ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഈ 5 ഗുണമുണ്ട് ഭൂമിക്ക്. ആകാശത്തിന് ശബ്ദം മാത്രമേ ഉള്ളൂ, ഭൂമിക്ക് 5ഉം ഉണ്ട്. അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇടയിലുള്ളത് ഓരോന്നിങ്ങനെ കൂടിയിട്ടാണ് ഗുണങ്ങൾ പറയുക. ഒന്നും കൂടി പറയുകയാണെങ്കിൽ ആകാശത്തിൽ നിന്ന് ശബ്ദം, ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം. അതുകൊണ്ട് ആകാശത്തിന് ശബ്ദം എന്ന ഗുണം. അതിൽ നിന്ന് അടുത്ത സൂക്ഷ്മഭൂതം ഉണ്ടാവുക. ശബ്ദം സൂക്ഷ്മഭൂതമാണ്. ഇവിടെ 5 എണ്ണം ഉണ്ട്. 5 10 എണ്ണം ഉണ്ട്. അത് നോക്കണം. 5 അല്ല 10 എണ്ണം. 5 എണ്ണം പഞ്ചഭൂതങ്ങൾ, 5 എണ്ണം ഗുണങ്ങൾ. ഗുണങ്ങളെയാണ് നമ്മൾ തന്മാത്രകൾ എന്ന് പറയുന്നത്. അങ്ങനെ 5 10 എണ്ണം ഉണ്ട്. അതിൽ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും തന്മാത്രകളാകുന്നു. ഭൂമി, വെള്ളം, വായു സയൻസാണ്, പഠിക്കുകയാണെങ്കിൽ രസമാണ്. ഭൂമി, വെള്ളം, വായു, ആകാശം എന്നിവ പഞ്ചഭൂതങ്ങളും സൂക്ഷ്മഭൂതങ്ങളും ആകുന്നു. ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും സൂക്ഷ്മഭൂതങ്ങളാകുന്നു. അതിനെ സൂക്ഷ്മഭൂതങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ ആകാശം എന്ന സൂക്ഷ്മഭൂത, ആകാശത്ത് ശബ്ദവും ഉണ്ടായി, ശബ്ദത്തിന് ആകാശം ഉണ്ടായി എന്ന് അങ്ങനെയും പറയാറുണ്ട്. അത് ചിലത് പറയാൻ കഴിയില്ല. അപ്പോൾ
മാവിൽ നിന്ന് മാങ്ങ ഉണ്ടായത് മാങ്ങയിൽ നിന്ന് മാവ് ഉണ്ടായത് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ചോദ്യത്തിന് ഉത്തരം ഉണ്ട് കേട്ടോ. കാരണം വംശമാണ് പിന്നെ ഉണ്ടായത്, ആദ്യം സൃഷ്ടിയാണ് ഉണ്ടായത്, സൃഷ്ടിയിൽ നിന്നാണ് വംശവർദ്ധന ഉണ്ടായതുകൊണ്ട് മാവ് തന്നെയാണ് ആദ്യം ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമുക്ക് ഇനി തർക്കം വേണ്ട, ഇതുവരെ തർക്കിച്ചാൽ മതി. തേങ്ങ ഉണ്ടായത് തെങ്ങോ ഉണ്ടായത് ആദ്യം, മാങ്ങ ഉണ്ടായത് മാവോ ഉണ്ടായത് ആദ്യം, മാവ് തന്നെ, സംശയമൊന്നും വേണ്ട. ആത്മീയക്കാർക്ക് അതിന് ഉത്തരവുണ്ട്. എന്താ കാരണം? സൃഷ്ടി ഉണ്ടായിട്ടാണ് വംശവർദ്ധനവ് ഉണ്ടാവുക. വംശം ഉണ്ടായിട്ടല്ലേ വംശം വർദ്ധിക്കുക, അല്ലാണ്ട് വംശം വർദ്ധിക്കുക ആദ്യം തന്നെ? ഒരിക്കലുമില്ല. മനുഷ്യൻ എന്ന സൃഷ്ടി ഉണ്ടായിട്ടാണ് മനുഷ്യൻ്റെ സൃഷ്ടി വർദ്ധിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ ആദ്യം ഉണ്ടായി, പിന്നെ കുട്ടികളുണ്ടായി, അതിന് സംശയമില്ലല്ലോ. അതുപോലെ തെങ്ങ് ആദ്യം ഉണ്ടായി, തേങ്ങ പിന്നെ ഉണ്ടായി, മാവ് ആദ്യം ഉണ്ടായി, പിന്നെ തന്നെ മാങ്ങ ഉണ്ടാവുക. മാങ്ങ ആദ്യം ഉണ്ടായിട്ട് മാവ് ഉണ്ടാവില്ല, അങ്ങനെ ഒരു സംഗതി ഇല്ല. അപ്പം അതുപോലെ ഇവിടെ ഒരു സംശയം പറഞ്ഞിരിക്കണം. ആകാശത്തിൽ നിന്ന് ശബ്ദം ഉണ്ടായി എന്നും പറയും, ശബ്ദത്തിൽ നിന്ന് ആകാശം ഉണ്ടായി എന്നും പറയുന്നുണ്ട്. കപിലോപദേശത്തിലെ സൃഷ്ടി വരുമ്പോൾ അങ്ങനെയും പറയുന്നുണ്ട്. അതൊരു വലിയ വിഷയമാക്കണ്ട. എന്തായാലും ആകാശത്തിന് ശബ്ദമാണ് ഗുണം, അത് സംശയമില്ല. അതിൽ നിന്നുണ്ടായത് വായുവാണ്. ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും അവിടെ എഴുതിയിട്ടാലേ നമുക്ക് അത് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ, ഓർക്കാൻ കഴിയും. ഭൂമി, വെള്ളം, വായു, ആകാശം, അഗ്നി എന്ന് ഒരു ഭാഗത്തും ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്ന് വേറൊരു ഭാഗത്തും എഴുതി അവിടെ ഇട്ടാൽ, ഒരു ബുക്കിൽ എഴുതി അവിടെ ഇട്ടാൽ, ബുക്കായിക്കോട്ടെ എന്നാൽ എന്താ വെച്ചാൽ ഒരിക്കലും പോവില്ലല്ലോ അത്. എന്നിട്ട് അത് വെച്ച് നമ്മൾ പറയുമ്പോൾ വളരെ ഈസിയാണ്. അല്ലെങ്കിൽ ഓർമ്മ നിൽക്കില്ല, എന്തൊക്കെയോ പറയണമെന്ന് തോന്നും. അതിനൊക്കെ കുറിച്ചിടുക ചിലതൊക്കെ നല്ലത്. ഒരു പേന എപ്പോഴും കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. കാരണം ഇത് പഠന ക്ലാസ്സാണ്, പ്രഭാഷണമല്ല. അപ്പോൾ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇവയാണ് പഞ്ചഭൂതങ്ങൾ. ഇതെപ്പോഴും പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇവയെ തന്മാത്രകൾ പറയും. ഈ 5 5 10 എപ്പോഴും ഓർക്കണം. ഭൂമി, ആകാശം, വായു, അഗ്നി, ജലം ഇവ പഞ്ചഭൂതങ്ങൾ. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ പഞ്ചഭൂതങ്ങൾ. അതിൽ ആകാശത്തിൻ്റെ ഗുണം ശബ്ദമാണ്. അതിന് ആകാശത്തിന് ശബ്ദം മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് വായു ഉണ്ടായി. ഈ വായുവിന് 2 ഗുണമുണ്ട്. ശബ്ദം, സ്പർശം 2 ഗുണമുണ്ട്. പിന്നുണ്ടായതാണ് സ്പർശം, രൂപം, അഗ്നി. അഗ്നിക്ക് 3 ഗുണമുണ്ട്. ശബ്ദവും സ്പർശവും രൂപവും. പിന്നുണ്ടായതാണ് ജലം, അതിന് 4 ഗുണമുണ്ട്. ശബ്ദം, സ്പർശം, രൂപം, രസം. പിന്നുണ്ടായതാണ് ഭൂമി. ഭൂമിക്ക് 5 ഗുണങ്ങളും ഉണ്ട്. ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും. ആ ശബ്ദത്തിൽ നിന്ന് തുടങ്ങിയിട്ട് എവിടെ എത്തി? ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാകുന്ന 5ഉം ആക്കിയിട്ടെത്തി. ഇടയിലൊക്കെ ഓരോന്നിങ്ങനെ കൂടും. ഇതാണ് സൃഷ്ടിയുടെ ഒരു ക്രമം എന്ന് പറയുന്നത്. ദൈവഭാഗവതം ആയിക്കോട്ടെ, ഗീത ആയിക്കോട്ടെ, എവിടെ ഇത് ഒരേ ഇക്വേഷൻ തന്നെ പറഞ്ഞു, ഒരു മാറ്റവും ഇല്ല. ആകാശം, വായു ആ ക്രമത്തിൽ തന്നെ കൊണ്ടുവരണം, എന്നാലേ ശരിയാവുള്ളൂ. തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊന്നും പറ്റില്ല. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഈ 4 5 താഴെ എഴുതിയാൽ ആകാശത്തിന് ശബ്ദം എന്ന ഗുണം, വായുവിന് ശബ്ദവും സ്പർശവും ഒന്നുകൂടി, അഗ്നിക്ക് ശബ്ദവും സ്പർശവും രൂപവും 3 ഒന്നും കൂടി, ജലത്തിന് ശബ്ദവും സ്പർശവും രൂപവും രസവും, ഭൂമിക്ക് ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും. ഇങ്ങനെയാണ് സൃഷ്ടിക്രമം പറഞ്ഞത്. പിന്നെ ശബ്ദം അറിയാൻ വേണ്ടിയിട്ട് ചെവി, ഇങ്ങനെയുള്ള പഞ്ചേന്ദ്രിയങ്ങളുണ്ടായി. കർമ്മേന്ദ്രിയങ്ങളും കൂടിയിട്ട് 10 ഇന്ദ്രിയം ഉണ്ടായി. അന്ധകരണവും ഉണ്ടായി. 24 തത്വങ്ങളാണ് പ്രപഞ്ചം. പഞ്ചഭൂതങ്ങളെന്ന് ചിലപ്പോൾ പറയും, അത് പ്ലസ് ബ്രഹ്മമാണ് പ്രപഞ്ചം. ബ്രഹ്മം ഉണ്ടാവേണ്ട പറ്റില്ലല്ലോ. ചിലപ്പോൾ അതിനെ വിസ്തരിക്കാൻ പറഞ്ഞാൽ ഈ 24 ആക്കിയിട്ടാണ് പറയുക. അതാണ് യഥാർത്ഥ വിവരണം.
യഥാർത്ഥ പ്രതിപാദനം എന്നാണ് പറയണത്. 24 തത്വങ്ങൾ. ആകെ തത്വങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ 24. പഞ്ചഭൂതങ്ങൾ, ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ, 10 ഇന്ദ്രിയങ്ങൾ പ്ലസ് ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം. ഇത് കുറേണ്ട് പറഞ്ഞാൽ നമുക്കാണ് കാണാപ്പാടാവുകയാണ്. പഠിഞ്ഞു അത്. ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതിലൊന്നും കൂടുതൽ പറയാനൊന്നുമില്ല. അതന്നെ ഉള്ളൂ. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇവയെ അന്ധക്കരണത്തിൻ്റെ 4 ഭാഗങ്ങൾ എന്ന് പറയാം. ഒരു ഹൃദയത്തിന് 4 എന്താ പറയുക അറകൾ ഉള്ള പോലെ അന്ധക്കരണത്തിന് 4 ഭാഗങ്ങളുണ്ട്. ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം. ഈ 24 തത്വത്തെയാണ് പ്രപഞ്ചം. അതാണ് പ്രപഞ്ചം. ഇപ്പോൾ പ്രസവിച്ച കുട്ടിക്ക് ചിത്തം ഉണ്ടാവും, പക്ഷെ മനസ്സുണ്ടാവില്ല. മനസ്സുണ്ടാവണമെങ്കിൽ തൻ്റെ ആൾക്കാരെ തിരിച്ചറിയണം. പരിചയക്കേട് തുടങ്ങിയോ എന്ന് നമ്മൾ ചോദ്യം. പരിചയമാണ് തുടങ്ങണം, പരിചയക്കേടല്ല. ആ കേടെന്നുള്ള വാക്ക് അവിടെ ആവശ്യമില്ല. കുട്ടിക്ക് പരിചയങ്ങൾ തുടങ്ങിയോ എന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ മനസ്സുണ്ടായി. അഹങ്കാരം എപ്പോഴാണ് ജനിക്കണമെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. എനിക്ക് കരഞ്ഞാലേ എനിക്ക് പാലുള്ളൂ. കുട്ടി തോന്നുന്നു ഉറക്ക കരയെ അമ്മ ഏത് പണിയിട്ട് ഓടും. ബാലാനാം രോദനമ്പലം. അവിടെ എന്ത് വന്നു? അഹങ്കാരം. ഞാൻ കരഞ്ഞാലേ എനിക്ക് പാലുള്ളൂ, കരഞ്ഞാൽ കിട്ടും. കുട്ടിക്ക് നല്ലോണം അറിയാം. അമ്മയുടെ ഏറ്റവും വലിയ ബലഹീനതയാണ് കുട്ടികൾ. കുട്ടി കരഞ്ഞാൽ അമ്മ ഏത് പണി അവിടെ ഇട്ട് ഓടും. അപ്പോൾ അഹങ്കാരം വന്നു. കുറച്ചും കൂടി കഴിയുമ്പോഴാണ് ബുദ്ധി ഉണ്ടാവുക. അപ്പോൾ ഇത് 4 ഇതാരാ ചോദിച്ചാൽ അച്ഛൻ, ഇതാരാ ചോദിച്ചാൽ അമ്മ, ഇതെന്താ ചോദിച്ചാൽ ബോള്, ഇതെന്താ ചോദിച്ചാൽ വേറൊന്ന് എന്ന് കുട്ടി പറയുന്നത് എന്തുകൊണ്ടാണ്? ബുദ്ധി കൊണ്ടാണ്. അത് ആദ്യം ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ചിത്തം, മനസ്സ്, ബുദ്ധി, അത് അഹങ്കാരം, ബുദ്ധി അവസാനം അത്രയും ഉണ്ടാവുക. ഈ 4 കാണാൻ പറ്റാത്ത ആബ്സ്ട്രാക്റ്റ് സംഗതികളാണ്. ബുദ്ധിയെ കണ്ടവരില്ല, മനസ്സ് കണ്ടവരില്ല, ചിത്തം കണ്ടവരില്ല. ബുദ്ധി, മനസ്സ്, ചിത്ത, അഹങ്കാരവും കാണാൻ പറ്റുന്നതല്ല, അനുഭവിക്കാം. അത്രയേ ഉള്ളൂ. ഇതിനെ നമ്മൾ ആബ്സ്ട്രാക്റ്റ് ടേംസ് എന്ന് പറയും. അപ്പോൾ ഏതായാലും ഇതെല്ലാം സൃഷ്ടിച്ചു. 24 തത്വങ്ങളെ സൃഷ്ടിച്ചു. ഈ 24 തത്വങ്ങൾ ചലനമില്ലാതെ കിടന്നു. അപ്പോൾ ദേവന്മാർ ഭഗവാനെ സ്തുതിച്ച് ഇതിനെ ചലിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് അടുത്തത്, ദേവന്മാരുടെ സ്തുതി. ദേവന്മാരെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക അർത്ഥം കൂടിയുണ്ട്. കയ്യിൻ്റെ ദേവത ഇന്ദ്രൻ. ഇന്ദ്രൻ പ്രസാദിച്ചാൽ കൈ ചലിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ പറ്റില്ല. കാലിൻ്റെ ദേവത ഉപേന്ദ്രൻ. കണ്ണിൻ്റെ ദേവത സൂര്യൻ. ചെവിയുടെ ദേവത ദിക്ദേവതകൾ. ഇങ്ങനെ ഓരോരോ അവയവങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള. ബുദ്ധിയുടെ ദേവത പ്രദ്യുമ്നൻ. മനസ്സിൻ്റെ ദേവത വാസുദേവൻ. എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് പണ്ട് ശരീരത്തെ വിശകലനം ചെയ്തിരിക്കുന്നത് എന്നും കൂടി ഓർക്കാനുള്ള സന്ദർഭമാണത്. ഇതിലധികം വിശകലനം ചെയ്യാൻ ആർക്കും ഒരു സയൻസിനും പറ്റില്ല. ഇതൊക്കെയാണ് ഇതിനോട് നമുക്ക് ബഹുമാനം തോന്നുന്നത്. ചിത്തം, ബുദ്ധി, മനസ്സ്, അഹങ്കാരം ഇവയുടെയൊക്കെ ദേവതകൾ എന്നർത്ഥം. ഭഗവാനെ സ്തുതിച്ചിട്ടാണ് എന്തുണ്ടായത്? ഇളകാനും ചലിക്കാനും തുടങ്ങിയത്. ഇപ്പം പല നേതാക്കന്മാരിൽ ആര് നേതാവാവണം എന്ന് പ്രശ്നം ഉണ്ടാവണ കാലമാണ്. അപ്പോൾ ഇതിനെ മുഴുവനും ഒന്നിച്ച് കോഡിഫൈ ചെയ്യാൻ ഒരാളുണ്ടാവണം. കോർഡിനേറ്റർ ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ തന്നെ വേറെ എന്തോ ഒരു വാക്കുണ്ട്. അല്ല, ഇതിനൊക്കെ കൂടി യോജിപ്പിച്ച് കൊണ്ടുപോകണ ഒരാൾ, എന്തായാലും പറയുക, അങ്ങനെ ഒരാളുണ്ടാവണം. എന്നാലേ ഇതിനെയൊക്കെ ഒന്നിപ്പിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു നേതാവ് ചുരുക്കം പറയാച്ചാൽ വേണം, വേണ്ടേ? ഒറ്റ നേതാവേ പാടൂ. പലരും കൂടിയായാൽ കച്ചറയാവും. അപ്പോൾ ഇവിടെ ഭഗവാൻ ആണ് നേതാവ് എന്ന നിലയ്ക്ക് എല്ലാ ദേവന്മാരും ആ ദേവന്മാരുടെ ദേവനെ സ്തുതിച്ചു എന്ന് പറയുകയാണ്. ഇതിനെ ഒന്ന് ചലിപ്പിച്ച് തരണേ ഭഗവാൻ. ഇതിനെ കൊണ്ടു നടത്താൻ ഒരു കോർഡിനേറ്റർ ആവശ്യമാണ്. അത് ദേവന്മാരുടെ സ്തുതിയാണ്. അടുത്തത് ദേവാ ഊജു നമാമതേ ദേവപദാരവിന്ദം പ്രപന്നതാപോപശമാതപത്രം എന്മൂലകേത യതയോഞ്ജസൂരു സംസാര ദുഃഖം ബഹിരുക്ഷിവന്തി. അല്ലയോ പരമമായ ദേവ, പരദേവ, പരദേവനഹു. അതാണല്ലോ ഇപ്പോഴത്തെ വിഷയം. അവിടെ ഏത് ദേവനാണെന്നൊന്നും കാണണ്ട.
പ്രപഞ്ചാതീത ശക്തി, സത്യം പരം ധീമഹി ആണ് പറഞ്ഞിരിക്കണം. ഭാഗവതം ഒരു പ്രത്യേക ദേവനെ ഉദ്ദേശിച്ച് തുടങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ വിഷ്ണുവും കൃഷ്ണനൊക്കെ വന്നു, ദേവിയുണ്ട്. പക്ഷെ ആദ്യം എന്താ? സത്യം പരം ധീമഹി, പരമമായ പ്രപഞ്ചാതീത സത്യം പരദേവൻ. ആ പരദേവനെ, അല്ലയോ പരദേവ, പ്രപന്ന താപോപശമാതപത്രം, ഇതാണ് ഭഗവാന്റെ പ്രത്യേകത എന്നാണ്. ഇതൊക്കെ ഏത് ദേവനും ചേരും, മതവ്യത്യാസം ഇല്ലാണ്ട് ചേരുന്നർത്ഥം. ആശ്രയിച്ചവരുടെ താപത്തെ ശമിപ്പിക്കുന്ന ഒരു കുട. നല്ല ചൂടുള്ളപ്പോൾ നമുക്ക് കുടയാണ് അതിന് മറവ് തരണത് അല്ലേ? ശരിക്കും ഈ കുട മഴയത്ത് പിടിക്കാനുള്ളതിനേക്കാളും വെയിലത്ത് പിടിക്കാനത്രേ. പണ്ടുള്ളവർ അതിനാണ് ആതപത്രം എന്ന് പറഞ്ഞിരിക്കണം. ആതപം എന്ന് പറഞ്ഞാൽ ചൂട്, ത്രം എന്ന് പറഞ്ഞാൽ താരണം ചെയ്യുക, രക്ഷിക്കുക. ആ ചൂടാണ്. നമ്മുടെ ആൾക്കാർ പറയുന്നില്ലേ, അൾട്രാവയലറ്റ് രശ്മികളുണ്ട്, വെയിൽ കൊള്ളരുത്, 10-4 വെയിൽ കൊള്ളാൻ പാടില്ല. അപ്പോൾ ആ വെയിൽ നമ്മുടെ രാജ്യത്ത് ഉഷ്ണമേഖല ആയതുകൊണ്ട് കൊണ്ടുകൂടാ. 10-4 വെയിൽ കൊള്ളരുത്. വെയിൽ കൊള്ളണം, വിറ്റാമിൻ ഡി കിട്ടുന്നുണ്ടൊക്കെ പറയണത് എപ്പോഴാണ്? രാവിലെ അല്ല, വൈകുന്നേരം ആവാം. നട്ടുച്ചയ്ക്ക് വെയിൽ കൊണ്ടാലേ വിവരം അറിയും. അതൊരു ഡി കിട്ടാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വെയിൽ കൊള്ളാൻ പാടില്ല. പണ്ടേ പറയും ഉച്ചവെയിലത്ത് നടക്കരുത്, വിശ്രമിക്കാനുള്ള സമയമാണെന്നാണ്. അപ്പം എന്തായാലും ആതപത്രം എന്നാണ് കുടയ്ക്ക് പേര്. അങ്ങനെ പേര് മഴയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞില്ല, ചൂടിൽ നിന്ന് പിടിക്കാൻ ആണ് കുട. പണ്ടൊക്കെ വട്ടക്കുടയായിരുന്നു, പിന്നെ ശീലക്കുടയായി. ഇപ്പം എന്തായാലും അത് ആതപം എന്ന് പറഞ്ഞാൽ ചൂട്, ത്രം എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. ചൂടിൽ നിന്ന് രക്ഷിക്കുന്ന കുട പോലെ സർവേശ്വര, അങ്ങയുടെ പാദപത്മങ്ങൾ ആശ്രയിച്ചവരുടെ ദുഃഖത്തെ തീർക്കുന്നവയാണല്ലോ. അങ്ങനെയുള്ള അങ്ങയുടെ പാദാരവിന്ദത്തെ ഞങ്ങൾ സ്മരിക്കുന്നു. എന്മൂലകേത യഥയോഞ്ചസോതു സംസാര ദുഃഖം ബഹിരുക്ഷിബന്ധി. പറയുന്നു ഇവിടെ, യോഗികൾ മഹത്തായിട്ടുള്ള സംസാര ദുഃഖത്തെ മനസ്സിൽ നിന്ന് കളയുന്നു. എന്മൂലകേത, ഏതൊരു ഭഗവാന്റെ പാദപത്മത്തെ ആശ്രയിച്ചാൽ ദുഃഖത്തെ മനസ്സിൽ നിന്ന് നീക്കാൻ കഴിയുന്നു. അവിടെ ചിന്തിച്ചു നോക്കിയാൽ ദുഃഖത്തെ പരിഹരിക്കുക എന്ന് പറഞ്ഞില്ല. നമ്മുടെ പ്രശ്നം അവിടെ പരിഹൃതമാവണില്ല. ഉണ്ടോ? നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലല്ല ദൈവത്തിന് പണി. അത് ആദ്യം മനസ്സിലാക്കണം. അത് നമ്മൾ തന്നെ പരിഹരിക്കണം. പിന്നെന്തിനാ ദൈവം? അതിൻ്റെ ദുഃഖം മനസ്സിൽ നിന്ന് കളയാനാണ് ഈശ്വരോപാസന. അതിലാര് ജയിക്കുന്നുവോ അവർക്ക് ദൈവാനുഗ്രഹം വഴിയേ കിട്ടിക്കോളും. ഓരോരുത്തരുടെ അർഹതയ്ക്കനുസരിച്ചിട്ടാണ് കിട്ടുക. ഒരാൾ അഷ്ടൈശ്വര്യസിദ്ധി നേടി പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ കിട്ടണമെന്ന് വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല, കിട്ടില്ല. നമ്മുടെ അർഹതയ്ക്കനുസരിച്ചിട്ട് നമുക്ക് കിട്ടും. അപ്പം എന്തായാലും ആ ദുഃഖത്തെ മനസ്സിൽ നിന്ന് കളയലാണ് ഈ ഉപാസന, പ്രശ്നപരിഹാരമല്ല. പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല, പക്ഷെ അതിൻ്റെ മനസ്സിലേക്കുള്ള ആ ദുഃഖം, ആധിക്യം, ഇമ്പാക്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിനെ നമുക്ക് കുറയ്ക്കാം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സംസാര ദുഃഖം ബഹിരുക്ഷിബന്ധി. മനസ്സാദ്യം ഈ സംസാരത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുക. അത് വലിയൊരു വിഷമം പിടിച്ച കാര്യമാണ്. അങ്ങനെയുള്ളൊരു മനസ്സുള്ളവർക്കേ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ സാധിക്കുള്ളൂ. കാരണം ഈ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു കിട്ടുക എന്നത് ഒരിക്കലും ജീവിതത്തിലില്ല. അങ്ങനെ ഒരു അവസരമില്ല. ഒന്നല്ലെങ്കിൽ ഒന്ന്, ചെറുതല്ലെങ്കിൽ വലുത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം അതിനെ പരിഹരിക്കണം. പരിഹരിക്കുമ്പോൾ മനസ്സെപ്പോഴും ശാന്തമാവണം. പ്രക്ഷുബ്ധ മനസ്സിന് ഒരു പ്രശ്നവും പരിഹരിക്കാൻ സാധിക്കില്ല. ഇതന്നെയാണ് ആത്മീയത്തിൻ്റെ സാരം, വേറൊന്നുമില്ല. മനസ്സിനെ ശാന്താക്കുക. എന്തുണ്ടായാലും പ്രക്ഷോഭം ഉള്ള അവസ്ഥ, പ്രക്ഷുബ്ധ അവസ്ഥയിലേക്ക് ആക്കാണ്ടിരിക്കുക. അവൻ ഏത് പ്രശ്നത്തിനെയും നേരിടാൻ കഴിയും. അതാണ് ഇവിടെ സംസാര ദുഃഖം ബഹിരുക്ഷിബന്ധി.
ഇനി അടുത്തത് ഹൃദേ യദസ്മൻ ഭവൈ സജീവ താപത്തയേണാഭിഗത ന ശർമ്മ ആത്മൻ ലഭന്തേ ഭഗവന്തവാംഘ്രി ഛായാംസ വിദ്യാമതാശ്രയേമ. അല്ലയോ ഈശ്വര, ഈശ, ഈശ ആദ്യത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് ഈശ അല്ലേ, നാലാമത്തെ വാക്ക് ഈശ എന്നാണ്. അസ്മിൻ ഭവേ ഈ സംസാരത്തിൽ താപത്രയേണ 3 ദുഃഖത്താൽ അഭിഹത വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖത്താൽ വിഷമിക്കുന്ന ജീവന്മാർ, ജീവാഹ താപത്രയേണ അഭിഹത ദുഃഖത്താൽ പീഡിപ്പിക്കപ്പെട്ട, അഭിഹത അടിക്കുക എന്നാണ് ശരിക്കും വാക്കിൻ്റെ, അതിനാൽ പീഡിപ്പിക്കപ്പെട്ട ജീവന്മാർ. നോക്കൂ, ന ശർമ്മ സമാധാനത്തെ ഒരിക്കലും അനുഭവിക്കണില്ല എന്നാണ്. ശർമ്മ യത് ഹൃദേ ഏതൊന്ന് കൂടാതെ സമാധാനം കിട്ടുന്നില്ലയോ അതാണ് ഭഗവാനെ അവിടുത്തെ രൂപം അല്ലെങ്കിൽ അവിടുത്തെ ഭാവം. അത് കൂടാതെ ഇവിടെ സമാധാനം സ്വപ്നത്തിൽ പോലും ആർക്കും ഉണ്ടാവില്ല. ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെന്തോ ഒരു തെറ്റിദ്ധാരണയുടെ മുകളിലാണ് അങ്ങനെ തോന്നുകയാണ്. അതെങ്ങനെ അറിയാം? അത് യഥാർത്ഥ സുഖം അനുഭവിച്ചാലറിയാം, അപ്പോഴല്ലേ അറിയുള്ളൂ. പക്ഷെ അതറിയാൻ പോണില്ല. അതിൽ താല്പര്യമില്ലാത്തവർക്ക് യഥാർത്ഥ സുഖം ഒരിക്കലും അറിയാൻ പോണില്ല. അപ്പോൾ അവർ തനിക്ക് കിട്ടുന്ന സുഖം ആണ് യഥാർത്ഥ സുഖം എന്ന് വിചാരിച്ച് അങ്ങനെ കഴിയും. വല്ലാത്തൊരവസ്ഥയാണ്. ഒരിക്കലും അവർക്ക് അറിയാൻ കഴിയില്ല. കാരണം യഥാർത്ഥ സുഖം എന്താണെന്ന് അവർ അനുഭവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ യഥാർത്ഥ അല്ലാത്ത സുഖം അല്ല എന്ന് അനുഭവം ഉണ്ടാവുക? അപ്പോൾ എപ്പോഴോ ഈശ്വരാധീനം കൊണ്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിലാണ് ഇതിലേക്കൊക്കെ വരുന്നതും യഥാർത്ഥ സുഖം എന്താണെന്ന് അറിയുന്നതും. മറ്റതൊന്നും സുഖമല്ല, ദുഃഖമായിരുന്നു ഇതുവരെ നമ്മൾ അനുഭവിച്ചത് എന്ന് മനസ്സിലാക്കണത്. വല്ലാത്തൊരു കഷ്ടമാണത്. അതുവരെ അതന്നെയാണ് സുഖം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന്ന് കയറുമോ? ഒട്ടക്കേണ്ടിലിരിക്കുന്ന തവള അത് തന്നെയാണ് സ്വർഗം എന്ന് വിചാരിച്ചിരുന്ന പുറലോകം അറിയുമോ? ഒരിക്കലും അറിയാൻ പോണില്ല. അപ്പോൾ പലരും ഈ അറിവ് നേടാതെ പൊട്ടക്കെണ്ടിലിരിക്കുന്ന തവളയെ പോലെയാണ്. താപത്രയേണാഭിഹത ന ശർമ്മ ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നീ 3 ദുഃഖങ്ങളാൽ അലട്ടപ്പെട്ട് സദാ അലട്ടപ്പെട്ട് ഭഗവൻ തവാംഗ്രി ഛായാംസ വിദ്യാമത ആശ്രയേമ എപ്പോഴാണ് ആ പാദങ്ങളെ ആശ്രയിക്കുന്നത് അപ്പോഴാണ് യഥാർത്ഥ സുഖം അറിയുന്നത്. ദേവന്മാർ സ്തുതിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാ കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.